എന്തായി അങ്ങനെ വൈകുന്നേരം വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ മുട്ടത്തോട്ടിറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്കും കാട്ടാക്കട, ചത്താപ്പച്ച, ബദാം മിൽക്ക്, ലുട്ടാപ്പി, മായ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അടിച്ചത് ഞങ്ങൾ അതിന് ഉപ്പിലിട്ടതും ചത്താപ്പച്ച ഓർഡർ ചെയ്തു. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് വലിയ കാര്യത്തിന് ആ സാധനം എടുത്ത് ഷോർക്ക് വലിച്ചങ്ങട് കുടിച്ചതാ. മൂക്കിലോട്ട് അടിച്ചങ്ങട് കയറി. ഞങ്ങളൊക്കെ ബുദ്ധിപരമായി പതിയാണ് കുടിച്ചത്. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഞാൻ വളരെ ബുദ്ധിപരമായി നീങ്ങോണ്ട് എന്റെ മുക്കി കയറിയില്ല. എരിവ് മാറ്റാൻ വേണ്ടി പിന്നെ ഒരു ബദാം മിൽക്ക് വാങ്ങി. വൈകുന്നേരത്തൊക്കെ ഞാൻ ചോട്ടാവാല യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇത് കഴിഞ്ഞ് പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ദുരന്തർ കാണാൻ പോയി. പ്രീ റിലീസ് സബ് ടൈറ്റിൽസ് ഒന്നും ഇല്ലെങ്കിലും കാര്യം മനസ്സിലായി. സ്വന്തമായ ഒരു ട്രാൻസ്ലേറ്റർ ഉള്ളായിരുന്നുകൊണ്ട് ഓരോന്ന് കഴിയുമ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കലായിരുന്നു പണി. മാർച്ച് 19 ഞങ്ങളുടെ ഇവിടുത്തെ പള്ളികളിലെല്ലാം ഫുഡ് ഉണ്ടാവും. പണ്ട് ഞാനും അമ്മയും മാത്രം ഓർമ്മ ഇങ്ങനെ എല്ലാ പള്ളികളും കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ കൂടി കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരമായിട്ട് എട്ടേക്കറിയിൽ നിന്ന് കഴിച്ച് രാത്രിത്തെ ഫുഡ് ഞങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള പായസം. മധുരമില്ല, നല്ല കറക്റ്റ് മധുരമുള്ള പായസം. പക്ഷെ ഞങ്ങളുടെ പള്ളിയുടെ പായസത്തിന് കുറച്ചുകൂടി മധുരം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്റെ അമ്മയും ഇനിയും എല്ലാവരും വിളമ്പൽ മത്സരത്തിലായിരുന്നു. ഫോണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയ എന്റെ ഡാഡി അവിടെ കൊച്ചിന്റെ ഒപ്പം നിന്നിട്ട് പന്ത് കളിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആടിത്തെറി കാണാൻ പോയി. സിനിമ കാണാൻ ഞങ്ങളെ സെലക്ഷൻ ഒന്നുമില്ല. എത്ര നല്ല പടം ഇറങ്ങിയാലും അതൊക്കെ പോയി കാണും. രണ്ട് ടൈപ്പ് എൻഗേജ്ഡ് പടങ്ങൾ. ഈ സീൻ വന്നപ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു നൊസ്റ്റാൾജിയ കണ്ടിടിച്ചു. ദുരന്തരാണെങ്കിൽ ഫുള്ളി ത്രില്ല് സെറ്റപ്പ്. ആ 4 മണിക്കൂർ പോയത് ഒരു സെക്കൻഡ് പോലെ ലാഗില്ലാണ്ട് പോയി. അത്രയ്ക്ക് ത്രില്ലായിരുന്നു. ആടാണെങ്കിൽ ഫുള്ളി കോമഡി. നെക്സ്റ്റ് റിവ്യൂ ആണ്. പക്ഷെ ഞങ്ങൾക്ക് വർക്ക് ആ ക്ലൈമാക്സ് കണ്ടത് എന്താ അങ്ങനെ അന്ന് ആലോചിച്ചിരിക്കുന്ന സീനാണ്. അപ്പൊ അത്രയുള്ളൂ. ബൈ.